ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഗെയിൻ നമ്മുടെ സബ്ജക്റ്റ് അഹാന ആൻഡ് ഫാമിലി തന്നെയാണ്. ഈ അഹാന കൃഷ്ണയുടെയും ചിന്തു കൃഷ്ണയുടെയും അതേപോലെ തന്നെ അനുജത്തിമാരും കൂടി നടത്തുന്ന ഒരു ഓൺലൈൻ ബൊട്ടിക്കുണ്ട്, ഒരു സാരിയുടെ, അതായത് സിയ ബൈ അഹാദിഷിക എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, സാരിയുടെ പ്രൈസിനെ പറ്റി ഓവർ പ്രൈസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഈ മീര മുരളീധരൻ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ നിങ്ങൾക്കറിയാമല്ലോ. അതായത് അഹാനയുടെ കയ്യിലുള്ള സെയിം സാരി എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അഹാനയുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഔട്ടായി, എൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ല, അതുകൊണ്ട് വേഗം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ടീമാണ്. ഈ അഹാനയുടെ കയ്യിലുള്ള സെയിം സാരി വേറെ പല ഓൺലൈൻ ബൊട്ടിക്കിലും ഇതിലും വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ലാഭം എടുക്കാം, എല്ലാവരും കച്ചവടം ചെയ്യുന്നത് ലാഭം പ്രതീക്ഷിച്ച് തന്നെയാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും വളർച്ച അതിൻ്റെ ലാഭത്തിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ 1000-ന് കിട്ടുന്ന പ്രൊഡക്റ്റ് 10,000-നും 15,000-നും വിൽക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? മീര മുരളീധരൻ കഴിഞ്ഞ ദിവസം അഹാനയെ റിലേറ്റഡ് ആയിട്ട്, അതായത് അഹാനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഹൈദരാബാദ് ഞാൻ അഹാന കൊണ്ടുവന്ന സെയിം സാരി എൻ്റെ പേജിൽ പ്രൈസ് കുറച്ചു കൊടുത്തു. അഹാനയുടെ പേജിൽ അത് ഭയങ്കര റേറ്റിലാണല്ലോ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ എന്തോ വീഡിയോ ആരൊക്കെയോ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. 2 പിക്ചേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരേ ക്വാളിറ്റിയിലാണ് ആ സാരീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മറ്റേ ബ്ലൈൻഡ് ആയിട്ട് എങ്ങനെയാ പറയാൻ പറ്റുന്ന? ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മൾ ഏത് രീതിയിൽ അത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളെയൊക്കെ ഹയർ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ്, അങ്ങനെ പല ഫാക്ടേഴ്സ് വെച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു സാരിയുടെ കോസ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് വാല്യൂ. അഹാനയോ അല്ലെങ്കിൽ ഇഷാനി ആണെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കാണെങ്കിലും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വലിയ വലിയ ബ്രാൻഡ്സ് തൊട്ട് അവരെ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പം ആ ഒരു ബ്രാൻഡ് വാല്യൂ അവർക്കുണ്ട്. അപ്പം അതും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല, അത് മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുണ്ടാക്കിയെടുത്തതാണ്, അവരുടെ ഹാർഡ് വർക്കിലൂടെയും കൺസിസ്റ്റൻസിയിലൂടെയൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ. അപ്പോൾ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ഞാൻ 2 വീഡിയോസാണ് കണ്ടത്. 2 വീഡിയോസ് പോസ്റ്റ് ചെയ്ത ആൾക്കാർ ആരും തന്നെ എൻ്റെ കൺസെൻറ്റോടെ അല്ല ആ വീഡിയോസ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണെന്നും നമ്മുടെ വീഡിയോസൊക്കെ ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എൻ്റെ പ്രശ്നം അതല്ല. ഞാൻ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സെയിം ബട്ട് ഡിഫറെൻറ്റ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ പേജിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല അഹാനയുടെ സെയിം സാരിയാണ് ഇതെന്ന്, ഞാൻ എവിടെയും ക്ലെയിം ചെയ്തിട്ടില്ല. ഈ യൂട്യൂബിൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് യൂസ് ചെയ്ത് ഞാൻ 2 വീഡിയോസാണ് അങ്ങനെ കണ്ടത്. അവർ 2 പേരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, അതായത് ഇത് സെയിം സാരിയാണോ, ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഈ പ്രൈസിന് വേരിയേഷൻ വരാൻ റീസൺ എന്നൊന്നും എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു, എന്നിട്ട് പ്രൈസ് കുറവാണെന്നും പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പുള്ളിക്കാരൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു ഇതിന് നിങ്ങളുടെ സെയിം തന്നെയാണോ അഹാന ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാൾ മാത്രമേ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്ക് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു പുള്ളിക്കാരി വന്നിരുന്ന് പറയുന്നുണ്ട് കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ, അങ്ങനെയൊന്നുമില്ല. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓർഗാൻസ ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ അതിൽ കൂടിയ ഓർഗാൻസ കുറഞ്ഞ ഓർഗാൻസ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരൊറ്റ ഓർഗാൻസേ ഉള്ളൂ. അങ്ങനല്ല. സിന്തറ്റിക് ഓർഗാൻസ, ഇപ്പൊ പ്യുവർ ഓർഗാൻസ, എംബ്രോയിഡറി ചെയ്യുന്ന ഓർഗാൻസ, പിന്നെ ടിഷ്യൂ ഓർഗാൻസ, അങ്ങനെ പറഞ്ഞ് ഓർഗാൻസയ്ക്ക് തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. സിന്തറ്റിക് ഓർഗാൻസയൊക്കെയും പ്യുവർ ഓർഗാൻസയൊക്കെ തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള ഡിഫറൻസസ് വരാം. കുറച്ചൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നിരുന്ന് പറയുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എന്തൊക്കെയൊക്കെയോ വന്ന് കയറിയിരുന്ന് പറഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ. കസ്റ്റമേഴ്സ് ആണ് തീരുമാനിക്കേണ്ടത് എവിടുന്ന് വാങ്ങണം, ആരുടെ അടുത്തുനിന്ന് വാങ്ങണം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അത് ഏത് പേജിലാണോ കാണുന്നത് അവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സസ് മാത്രമേ അതിൽ വരാൻ പാടുള്ളൂ. അതിൽ പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസസ് ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്ന് കാണാം. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ബ്ലൗസും അവൈലബിൾ ആണ്.
അപ്പൊ അഹാനയുടെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആയെന്നാ കേൾക്കുന്നത്. എന്റെ കയ്യിലുള്ളത് സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ വേഗം വാങ്ങിച്ചു. പർച്ചേസ് ചെയ്യാൻ എയ്തർ DM ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു. ഈ വീഡിയോയിൽ എവിടെയാണ് ഇവർ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഇനി ഇവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ആണ്. ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന സാധനം അവർ പഠിച്ച് എക്സാം എഴുതി കിട്ടിയതല്ല. നമ്മളെപ്പോലത്തെ ആൾക്കാർ, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അവരുടെ വീഡിയോ കൊണ്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് കിട്ടിയതാണ് ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്ന സാധനം. പോട്ടെ, ഇനി ഇവർക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവരുടെ ബിസിനസ് ഇത്രയും സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എത്രയും വില കൊടുത്തും ആൾക്കാർ വാങ്ങുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ട് 5000-ൻ്റെ പ്രൊഡക്റ്റ് 15,000-നും 20,000-നും കൊടുക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ? അഹാന ഉടുത്തിരിക്കുന്ന ആ മെറ്റീരിയൽ കാണുമ്പോഴേ അറിയാം അത് സെയിമാണ്, കളർ സെയിമാണ്, പാറ്റേൺ സെയിമാണ്, എല്ലാം സെയിം തന്നെയാണ്. ബട്ട് ന്യായീകരണം എന്ന് പറയുന്നത് അത് നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ല. അതായത് എല്ലാവരെയും പോലെ അവരും ഏതോ വെൻഡറിൻ്റെ അടുത്ത് നിന്ന് ഇത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവരുടെ കൊള്ള ലാഭം അതിൽ ആഡ് ചെയ്ത് റീസെയിൽ ചെയ്യുന്നു. അല്ലാതെ അവരവരുടെ വീട്ടിൽ നെയ്ത് കളർ മുക്കി അല്ലെങ്കിൽ ഒരു സാരിക്ക് വേണ്ട എല്ലാ പണികളും അവർ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ ചെയ്ത് കസ്റ്റമറിന് നൽകുകയല്ലല്ലോ. ഒരു വെൻഡറിൻ്റെ അടുത്ത് നിന്ന് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവരവരുടെ കൊള്ളലാഭം ആഡ് ചെയ്ത് റീസെയിൽ ചെയ്യുന്നു. അതെങ്ങനെയാണ് ഒരു ബ്രാൻഡ് വാല്യൂ ആവുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ആവുന്നത്? അതുപോലെ തന്നെ ഈ സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി, അതായത് അഹാനയും അതേപോലെ അവരുടെ സിസ്റ്റേഴ്സും സിന്ധു കൃഷ്ണയും എല്ലാം ഈ സിയ ബൈ അഹാദിഷിക എന്ന് പറയുന്ന ഇവരുടെ ആ ബൊട്ടിക്ക് തുടങ്ങിയ ടൈമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവർ പല പല സ്ഥലങ്ങളിൽ, അതായത് പല പല രാജ്യത്ത് പോകുമ്പോഴും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് അവർ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുന്ന അവരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സിൽ ഒരെണ്ണമാണ് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത് അവരുടെ ഈ ബൊട്ടിക്കിൽ കൂടി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ പ്രൊഡക്റ്റ് ഇവർ ഈ കാണിച്ച അതേ സാരി എത്ര ഓൺലൈൻ ബൊട്ടിക്കുകൾ തന്നെ ചെയ്തു. അപ്പോൾ ഇവർ ഇതേപോലെ യാത്ര ചെയ്തപ്പോൾ കിട്ടിയതാണോ ഇത്? ഇതിനകത്ത് മറ്റേ പിന്നെ ഈ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു എന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം ആ സാരി ഡിഫറെൻ്റ് ആണ്, അഹാനയുടെ സാരി അല്ല, ഈ മീര ധരിച്ചിരിക്കുന്ന സാരി അത് ഡിഫറെൻ്റ് ആണ് എന്ന് നമ്മൾ വിചാരിക്കണം. ഈ സെയിം ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു കോമഡി വാക്കായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളതൊരു ഫണ്ണായിട്ടാണ് എടുത്ത് മാറ്റിയത്. അല്ലാതെ അതിനകത്ത് ഇങ്ങനെ സെയിം ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് സാരിയാണ്, അഹാനയുടെ സാരി അല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം എന്ന് മീര എടുത്ത് പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞില്ല? ഈ മെറ്റീരിയൽ അല്ല, അഹാനയുടെ മെറ്റീരിയൽ അല്ല ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, മെറ്റീരിയൽ വേറെയാണ്. അതേപോലെ തന്നെ എൻ്റേത് ഇത്തിരി കൂടി റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ്, അഹാനയുടെ റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. ഒന്നും അതിൽ മീര വിശദീകരിച്ചിട്ടില്ല. സെയിം ബട്ട് ഡിഫറെൻ്റ് എന്ന് പറയുന്നു. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു പോകാമായിരുന്നു, പക്ഷെ മീര പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിന്നെ സോഷ്യൽ മീഡിയ ആണ്. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് നെഗറ്റീവും പോസിറ്റീവ്സും വരും, അതിന് റിയാക്ഷൻസ് വരും, അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.